കെട്ടിക്കോ. ഡാപ്പു ഇവിടെ വാടാ. നിനക്ക് ഇങ്ങനൊന്നും അല്ലല്ലോ ഇന്നലെ മന്തി ഇന്നപ്പം. വീട്ടിലെ ചോറ് കൊടുത്താൽ അത് വായി നിറക്കാൻ അപ്പുകുട്ടന് വലിയ പാടാണ്. എന്താ പരിപാടി? കറക്റ്റ് ആയിട്ട് കുരുക്കിട്ട് തന്നതിൽ ഞാൻ വീഴ്ത്തിയപ്പോ ചെറുത് വീണേ. അവസാനം ഏട്ടനും അപ്പുകുട്ടനും കൊന്നു വലിച്ചത് വലിയത് വീഴ്ത്തി. ഒരെണ്ണം വീഴ്ത്തിയാൽ പോരല്ലോ, നമ്മൾ നമ്മുടെ അയലുകാർക്ക് എല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ എല്ലാം കൂടെ അടത്തി അപ്പൂനെ അപ്പുകുട്ടനെ എടുത്തോണ്ട് അങ്ങ് പോകും. എന്നിട്ട് അമ്മൂമ്മയും മോനും കൂടെ ചക്ക പുളിക്കായിരുന്നേ. ചേച്ചി റിസപ്ഷന് പോകാന്ന് പറഞ്ഞു വന്നപ്പോൾ മുഖം മൊത്തം പുട്ടി അടിച്ച് വെച്ചേക്കാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ഒരുക്കാന്ന് പറഞ്ഞ് കൊണ്ടിരുത്തിയിട്ട് ഫേസസ് കാനഡയുടെ സ്ട്രോബ് ക്രീം ഉണ്ടല്ലോ, ഇതെടുത്ത് തേച്ച് കൊടുത്തു. ഇതിൽ ഷിയാ ബട്ടറും ഹൈലറോണിക് ആസിഡും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ തരും കേട്ടോ. ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ നന്നായിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് അങ്ങ് പിടിപ്പിച്ച് കൊടുക്കുക. ഒരു ദിവസം ഫുള്ള് ഹൈഡ്രേഷൻ തരും കേട്ടോ. അടുത്തത് ഹൈഡ്രാമാറ്റ് ഫൗണ്ടേഷൻ ആണ്. ഇത് 3-in-1 ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇതിൽ ഫൗണ്ടേഷനും SPF 30യും മോയ്സ്ചറൈസറും ഉണ്ട്. ഇത് നമ്മുടെ സ്ട്രോബ് ക്രീമുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസുമായിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. 24 മണിക്കൂർ നമുക്ക് ഹൈഡ്രേഷൻ തരും. നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ നമ്മളത് ഫേസിൽ തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിന് കിട്ടുന്നത്. അടുത്തത് ഫേസസ് കാനഡയുടെ വാവ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഷെയ്ഡ് കോക്കോ ക്രഷ് ആണ്. ഒറ്റ സ്വൈപ്പിൽ തന്നെ നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ. അടിപൊളിയാണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തുടച്ച് കളയണം, അല്ലെങ്കിൽ പിന്നെ അത് ചുണ്ടിൽ നിന്ന് അനങ്ങത്തില്ല. എന്നിട്ട് ഞാൻ കണ്ണിൽ കുറച്ച് ഐഷാഡോ ആയിട്ടും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബ്ലഷ് ആയിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് സ്ട്രോബ് ക്രീം എടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കവിളിലും പിന്നെ മൂക്കിലും താടിയിലും ഇട്ട് കൊടുത്തേ. അടിപൊളിയായിരുന്നേ. പൊട്ട് തൊട്ട് കണ്ണെഴുതി സുന്ദരിയാക്കി. ഞാൻ പറഞ്ഞ ഈ ഡ്രസ് ഇടണ്ട, സാരി എടുക്കാന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു കേട്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. പിന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ, സീ യു.